സ്നേഹം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും അല്ലേ? ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എനിക്കിങ്ങനെ ആയാൽ പറ്റില്ല, ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ വേണം, എനിക്ക് മാറണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? എന്ത് നിലയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താനും നമ്മൾ സ്വയം ആദ്യം മാറാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിൻ്റെ സ്വന്തം വിശ്വാസത്തിൽ മാറ്റം വരുത്താതെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്തുകയില്ല. നമ്മുടെ മോർണിംഗ് അഥവാ പ്രഭാതം, ഫജ്ർ, സുബഹി എന്നൊക്കെ പറയുന്ന ആ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയുള്ള സമയം ഒരു ദിവസത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വഴികാട്ടിയും ഒരു ഫൗണ്ടേഷനും ഒരു കീയുമാണ്. നമ്മുടെ ഓരോ പ്രഭാതവും ഏറ്റവും ആദ്യം നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ്, ഒരു മാറ്റം വരുത്തേണ്ടതുമാണ്. നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നു, നമ്മുടെ ആദ്യത്തെ ആക്ഷൻ ബെഡിൽ നിന്ന് പുറത്തു വന്നാൽ എന്താണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ വളരെ ഫ്രഷാണ് ആ സമയത്ത് അല്ലേ? മുന്നൊക്കെ നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടി അലാം ക്ലോക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഫോണിലാണ് അലാം വെക്കുന്നത്. മിക്കവാറും ബെഡിനകത്ത് തലയണയുടെ അടുത്ത് ആയിരിക്കും നമ്മൾ വെക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണും തിരുമ്മി ചിലപ്പോൾ ബെഡിൽ നിന്ന് കിടക്കുന്ന തന്നെ മെസ്സേജുകൾ നോക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് ആ ഫോണുമായിട്ട് പോയിട്ട് അങ്ങനെ ഇരിക്കും. ആ ഫ്രഷ് മൈൻഡിൽ മെസ്സേജ് നോക്കലായിരിക്കും പണി. സാധാരണ 1 മിനിറ്റോ 2 മിനിറ്റിലോ കഴിയുന്നത് 5-10 മിനിറ്റോ എടുക്കും. നമ്മുടെ മൂഡ് വേരിയേഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ അഥവാ വിഷാദ മനോഭാവം, മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് എല്ലാം ഉടലെടുക്കുന്നത് ആ ഒരു നിമിഷം മുതലാണ്. നമ്മുടെ മോർണിംഗ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. മോർണിംഗ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ, സംരക്ഷിച്ച നമ്മുടെ മാത്രമല്ല കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും ജീവിതം നമ്മൾ രക്ഷിച്ചു എന്ന് പറയും. ഡു എ സെൽഫ് അസസ്മെൻ്റ് ഓൺ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മോർണിംഗ് തുടങ്ങുന്നത്. കുറേ സ്ക്രോളിംഗ് ആയിട്ടാണോ നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങുന്നത്? എന്നാൽ നമ്മുടെ ദിവസവും ജീവിതവും മൊത്തത്തിലൊരു സ്ക്രോളിംഗ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ദിനവും ദിവസവും ജീവിതത്തിനെ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറയുന്നത്, പ്രഭാതം നഷ്ടപ്പെട്ടവൻ ഒരു ദിവസത്തെ നഷ്ടപ്പെട്ടുവെന്നും ദിവസം നഷ്ടപ്പെട്ടവൻ ജീവിതം നഷ്ടപ്പെട്ടുവെന്നും. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ സെൽഫ് അസസ് ചെയ്യാൻ സ്വയം ചോദിക്കുക, നിങ്ങളുടെ പ്രഭാതങ്ങളെ എങ്ങനെ, മോർണിംഗിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്ന്. നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ മോർണിംഗിനെ, പ്രഭാതത്തെ മാറ്റണം. അള്ളാഹുവിനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഓരോ പ്രഭാതത്തിൻ്റെയും ആ ഒരു മാധുര്യം, ആ ദുനിയാവിനൊപ്പം ചെലവഴിക്കുന്ന ആ പ്രഭാതത്തിൻ്റെ ആ ഒരു ശൂന്യത, എംപ്റ്റിനെസ്സിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. ഈ ഇഹലോകത്തും പരലോകത്തും നമ്മുടെ വിജയം, സക്സസ് ഒരു യാദൃശ്ചികമായിട്ട് കിട്ടുന്നതല്ല, അത് വരുന്നതല്ല. അത് നമ്മൾ തന്നെ അള്ളാഹുമായി കണക്ട് ചെയ്ത് ബന്ധിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്. ഒരു ലക്ഷ്യബോധം വേണം, ഒരു എയിം വേണം. ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഉണരണം. നമ്മുടെ ഓരോ പ്രഭാതങ്ങളും മോർണിംഗും നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. കാലത്ത് നമ്മൾ ചെയ്യുന്ന ദുആകളെല്ലാം എന്തുമാത്രം അർത്ഥവത്തമായിട്ടുള്ളതാണെന്ന് നോക്കിയിട്ടുണ്ടോ? അള്ളാഹു എൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ, അള്ളാഹു എൻ്റെ കേൾവിക്ക് നീ ആരോഗ്യം നൽകണമേ, അള്ളാഹു എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് ആരോഗ്യം നൽകണമേ, അള്ളാഹുവെ അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമേ, അള്ളാഹുവിൻ്റെ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, അദാബിനെ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, നീയല്ലാതെ മറ്റൊരു ദൈവവുമില്ല റബ്ബേ. ഇതെല്ലാം ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണോ? അല്ല, നമുക്ക് സ്വയം വേണ്ടി. സത്യത്തിൽ നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഒരു മുസ്ലിമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അച്ചടക്കമുണ്ട്. ഇസ്ലാം ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ ഒരു മതമാണ്. ജീവിതത്തിന് അടക്കവും ചിട്ടയും ഉള്ളതാണ്. ഒന്നും അതിൻ്റെ പരിധിയോ പരിമിതിയോ വിട്ടു പോവാൻ നമ്മളെ അനുവദിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാണ് അച്ചടക്കം, ഡിസിപ്ലിൻ. ഡിസിപ്ലിന് മേലാണ് ഇസ്ലാം എന്നത്. ഒരു അച്ചടക്കത്തിൻ്റെ, ഒരു കെട്ടിറപ്പിൻ്റെ ഒരു വിശ്വാസമാണ്, അതിൻ്റെ മതമാണ്. ഇസ്ലാമിലെ ഓരോ ആരാധനയും, വർഷിപ്പും അതിൻ്റേതായിട്ടുള്ള സമയവും കൃത്യനിഷ്ഠയും ഉണ്ട്, അല്ലാതെ തോന്നിയ സമയത്തല്ല. നേരത്തെ കിടക്കുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഏറ്റവും നല്ലൊരു ശീലമാണ്. രാത്രി കുറേ ഗോസിപ്പടിച്ച് ലേറ്റായി കിടന്ന് ഭയങ്കര ടയേർഡായി ഫജ്ർ മിസ്സാക്കി ലേറ്റായി എഴുന്നേറ്റ് പിന്നീട് ഫോണും പിടിച്ചിരിക്കും. എന്നിട്ട് പഴി മുഴുവൻ പടച്ചോനെ, എന്താണ് പടച്ചോനെ ഭയങ്കര ക്ഷീണം, വേദന, അവിടെ വേദന, അങ്ങനെ ഇങ്ങനെ പോകുന്നു, കംപ്ലൈൻറ്റ്സ് അങ്ങനെ തുടരും.
നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹത്തിലെ ഏറ്റവും നല്ല ഒരു അനുഗ്രഹമാണ് ഫജ്ർ പ്രയർ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റ് മുന്നേ ഉള്ള നിസ്കാരം, അതില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴായിരിക്കും നമ്മൾ എഴുന്നേൽക്കേണ്ട ഒരു പ്രത്യേകിച്ച് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ കിടക്കും ഉച്ച വരെ. പിന്നെ വിശന്നാലായിരിക്കും ഭക്ഷണത്തിന് എഴുന്നേൽക്കുക. ജോലിയും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടന്നു പോകും. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ തന്നെ മോഡൽ ചെയ്യണം. നമ്മൾ തന്നെ ട്യൂൺ ചെയ്ത് അതിനെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. സോഷ്യൽ മീഡിയയോ ടെക്നോളജിയോ നമ്മൾ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെയൊക്കെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഉറങ്ങുന്ന കുറച്ച് സമയം ഒഴിച്ച് എല്ലാ സമയവും ഒരു കുട്ടിയെ നോക്കുന്ന പോലെ അത്രയും പ്രാധാന്യത്തോടെയാണ് നമ്മൾ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം. കാലത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫോണെടുത്ത് മെസ്സേജ് നോക്കാൻ തുടങ്ങിയാൽ മതി. അങ്ങനെ മാറ്റുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫോൺ ഉപയോഗിക്കൽ നമ്മൾ നിർത്തുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസും കോൾസും നമുക്ക് പരിഗണിക്കാം. 99% ഫോണും മെസ്സേജും വരുന്നത് അൺനെസറി ആയിട്ടുള്ളതാണ്. വെറുതെ സ്ട്രെസ്സ് കൂട്ടാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ.